اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൻ്റെ മൂന്നാമത്തെ ദിനത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു അവൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് വിശുദ്ധ റമദാനിൻ്റെ ഈ ദിനത്തിലേക്ക് എത്തിച്ചു തന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹു വിശുദ്ധ റമദാൻ പൂർണ്ണമായും അതിൻ്റെ മര്യാദയോടുകൂടെ കൊണ്ടുപോകാനുള്ള വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് നൽകിയ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ, ജീവിതോപാധികളുണ്ടോ, അതിലെല്ലാം അള്ളാഹു ഉത്തരോത്തരം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തിയത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അള്ളാഹുവിൻ്റെ താഴ്മയോടുകൂടെ ജീവിക്കുന്ന, അഹങ്കാരമേതുമില്ലാതെ, ഉള്ളിൽ ഉൾനാട്യമൊന്നുമില്ലാതെ ജീവിക്കുന്ന അടിമകളെക്കുറിച്ചുള്ള പരാമർശമാണ്. അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞിടത്ത് അവരുടെ വിശേഷണമായി അള്ളാഹു പറയുന്നത് അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയുടെ മേൽ അവർ താഴ്മയോടുകൂടെ നടക്കുന്നവരാണെന്നാണ്. അഹങ്കാരം ഒരിക്കലും അവരുടെ ചേഷ്ടകളിലോ അഹന്ത അവരുടെ മനസ്സിലോ ഒരിക്കലും തീണ്ടിക്കാണില്ല. അതാണ് അള്ളാഹു ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിടത്തുള്ള അടിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, വിനയാന്വിതനായി നടക്കുന്നവർ, അഹങ്കാരമില്ലാതെ ജീവിക്കുന്നവർ എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥവും. എന്നാൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് ഈ ദുനിയാവിൽ ഏതൊക്കെ കാര്യങ്ങളിൽ വ്യാപൃതരായി മുന്നോട്ട് പോകുന്നുണ്ടോ അവൻ അനിവാര്യമായ ഘടകങ്ങൾ അതൊന്നും അഹങ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതല്ല. ഉദാഹരണമായി നല്ല വസ്ത്രം ധരിക്കുക, അനുയോജ്യമായ വാഹനമുണ്ടായിരിക്കുക, തനിക്കും തൻ്റെ കുടുംബത്തിനും സ്വസ്ഥമായി അന്തിയുറങ്ങാനുള്ള വീടുണ്ടാവുക എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും അഹങ്കാരത്തിൻ്റെയോ അഹന്തയുടെയോ ഭാഗത്തിൽപ്പെടുന്നതല്ല. മറിച്ച് നമുക്ക് വീടുണ്ട്, തൻ്റെ അയൽപ്പക്കത്തുള്ള തൻ്റെ കൂട്ടുകാരന് വീടില്ല, അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് വീട് തന്നു, എൻ്റെ കൂട്ടുകാരനും പടച്ചറബ് പെട്ടെന്ന് വീട് നൽകട്ടെ എന്ന് നമുക്ക് ശാരീരികമായി സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും പ്രാർത്ഥന കൊണ്ട് സഹായിക്കാൻ കഴിയും. ഇതാണ് അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞിടത്തുള്ള ആ അഹങ്കാരമില്ലാതെ ജീവിക്കുന്നവൻ്റെ താല്പര്യം. സ്വന്തമായി സ്വസ്ഥമായി ഉറങ്ങാൻ വീടും വാഹനവും എല്ലാം ഉണ്ടായിരിക്കെ നമ്മൾ ഇതൊക്കെ എനിക്കു മാത്രമുള്ളതാണ്, എനിക്കു മാത്രം ഉണ്ടാവേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ്, എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അഹങ്കാരം, അഹന്ത എന്നുള്ളതൊക്കെ നമുക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്തിൽ പറയുന്നത് കാണാം, വഖസിദ് ഫീ മശീക് വഗ്ളുദ് മിൻ സൗതിക്, നീ നിൻ്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണേ, നിൻ്റെ ശബ്ദങ്ങളിൽ നീ നോർമലായി ശബ്ദം പുറപ്പെടുവിക്കണേ, മിതത്വം പാലിക്കണേ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഒരാൾ വലിയ ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചപ്പോൾ, ആ ശബ്ദം ഒരു അട്ടഹാസത്തിൻ്റെ രൂപത്തിലായപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെ അടിവയർ പൊട്ടിപ്പോകുമെന്ന് ഞാൻ ഭയന്നു പോകുന്നു സുഹൃത്തെ. അഥവാ നമ്മൾ സംസാരിക്കുന്നത്
ആ സംസാരിക്കുന്ന ഭാഷയിലും വേഷത്തിലും സംസാരിക്കുന്നയാളോടുള്ള ആ പെരുമാറ്റത്തിലുമൊക്കെ ഒരു മിതത്വമുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ മാതാവിനോട്, നമ്മുടെ പിതാവിനോട്, നമ്മുടെ ഗുരുക്കന്മാരോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ കുഞ്ഞുമക്കളോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ വർത്തമാനത്തിലുള്ള മിതത്വം, ആ മിതത്വം വല്ലാത്ത സൗന്ദര്യമുണ്ടാക്കുന്നുവെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ മഹാന്മാരുടെ സംസാര രീതിയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാര രീതിയുമൊക്കെ ആ രൂപത്തിലായിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും അറിയുന്നത്. ഭൂമിയുടെ ആഴിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തവരാണ് മനുഷ്യൻ. ഭൂമിയിലെ ഉത്തുംഗ സോപാനമാകുന്ന, ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള ഇടങ്ങളിലേക്ക് എത്താൻ അപൂർവങ്ങളിൽ അപൂർവം ചില ആളുകൾക്ക് സാധിക്കുന്നു എന്നല്ലാതെ മനുഷ്യരിൽ പല ആളുകൾക്കും സാധിക്കാത്ത കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ അഹങ്കാരിയായി നടക്കല്ലേ, ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, ഭൂമി കീറി അതിൻ്റെ ആഴിയിലേക്ക് ഊളിയിട്ട് പോവാൻ നിനക്ക് സാധിക്കില്ല, പർവ്വതങ്ങളുടെ അനന്തമായ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനും നിനക്ക് സാധിക്കില്ല എന്ന് നിനക്ക് ബോധ്യമുണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. അഥവാ നമുക്കൊന്നുമില്ലെന്നുള്ള ആ താഴ്മയുടെ വിചാരത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ വഴി നടത്തുകയാണ്. അതുതന്നെയാണ് അല്ലദീന യംശൂന അലൽ അർളി ഹൗന. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ള ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ തന്നെ മറുപടി പറഞ്ഞു, ഭൂമിയിൽ താഴ്മയോടുകൂടെ ജീവിക്കുന്നവരാണ് അവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ 6501 നമ്പറായി രേഖപ്പെടുത്തുന്ന ഹദീസ്. ആ ഹദീസിൽ ഇങ്ങനെ കാണാം, കാനത്ത് നാഖത്തുൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്കൊരു ഒട്ടകമുണ്ടായിരുന്നു. തുസമ്മൽ ഗദ്ബാ, അതിൻ്റെ പേര് ഗദ്ബാ എന്നായിരുന്നു. വകാനത്ത് ലാ തുസ്ബഖു, മുത്തുനബിയുടെ ഈ ഒട്ടകത്തെ മുൻകടക്കാൻ പ്രാപ്തമായ ഒരൊട്ടകവും അന്ന് ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. ഫജാഅ അഅറാബിയുൻ, ഈ സമയത്താണ് ഒരു അറബി വരുന്നത്. അലാ ഖഊദിൻ ലഹു, അദ്ദേഹത്തിൻ്റെ ഊരുമായി, അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് അദ്ദേഹം കയറിയിരുന്നു വരുന്നത്. അങ്ങനെ ഫസബഖഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗൽബ എന്ന് പറഞ്ഞ ഈ പ്രസിദ്ധമായ ഒട്ടകത്തെ ഈ അഅറാബിയുടെ ഒട്ടകം മറികടക്കുകയാണ്. ഫഷ്തദ്ദ ദാലിക അലൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങൾക്ക് സഹിച്ചില്ല. സ്വഹാബത്തിന് വല്ലാത്ത ദുഃഖമായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗൽബ, അതിനെ മറികടക്കാൻ പ്രാപ്തമായ ഒട്ടകമോ എന്നുള്ള ചിന്തയും ദുഃഖവും സ്വഹാബത്തിനെ വേട്ടയാടി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയമാരാഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഹഖ്ഖൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയ ഇല്ലാ വദഅ, അല്ലാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് ഒരാൾ ഒരു വസ്തു അദ്ദേഹം ഉയർന്നാൽ, അല്ലെങ്കിൽ ആ വസ്തു ഉയരങ്ങൾ കീഴടക്കിയാൽ ആ വസ്തുവിനെ താഴത്തേക്ക് ഇറക്കുക, ആ വസ്തുവിൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളാരും ആകുലപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ മറികടന്ന ആ ഒട്ടകത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞ അസ്ഹാബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒട്ടകത്തെ പോലും മുൻകടക്കാൻ പ്രാപ്തമായ ഒട്ടകങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ഇനി വല്ലാതെ ഉയരങ്ങൾ കീഴടക്കാൻ താല്പര്യപ്പെടേണ്ടതില്ല. ആര് ഉയരാൻ ശ്രമിച്ചാലും അള്ളാഹു തന്നെ താഴ്ത്തിക്കളയും. അഥവാ അഹങ്കാരം മനസ്സിലുണ്ടോ, അഹന്ത ഹൃദയങ്ങളിലുണ്ടോ, സ്വാഭാവികമായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ താഴ്ത്തിക്കളയുമെന്നാണ് ഈ ഹദീസിലൂടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇപ്പം പറഞ്ഞ ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് ബാബു തവാദുഅ്, തവാദുഅിന് ഹെഡിങ് കൊടുത്ത്
തവാദുഇൻ്റെ ബാബ്, തവാദുഇനെ പരാമർശിക്കുന്ന, താഴ്മയെ പരാമർശിക്കുന്ന ബാബ് എന്ന ഹെഡിങ്ങിന് കീഴിലാണ്. ഇതേ ഹെഡിങ്ങിന് കീഴിൽ മറ്റൊരു ഹദീസ് കൂടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നുണ്ട്. അതിങ്ങനെയാണ്: മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനെ, എന്നോട് സഹവാസം കൂടിയവരെ ആരെങ്കിലും അവരോട് മാറു കാണിച്ചാൽ, എതിരു കാണിച്ചാൽ, ഞാൻ അവനോട് യുദ്ധം കൊണ്ട് സമ്മതം നൽകുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്ന് പരാമർശിക്കുന്ന ഹദീസ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തവാദുഇൻ്റെ ബാബിൽ എന്തുകൊണ്ടാണ് ഈ ഹദീസ് കൊണ്ടുവരാനുണ്ടായ താല്പര്യമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് പുച്ഛമുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരോട് പുച്ഛമുള്ള ആളുകൾ, അള്ളാഹു ബഹുമാനിച്ച, ആദരിച്ച, കഴിവ് കൊടുത്ത ശ്രേഷ്ഠരായ സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ, അവരോടുള്ള ബഹുമാനം ഇല്ലാത്ത ആളുകളെ വല്ലാത്ത രൂപത്തിൽ അള്ളാഹു ഇവിടെ പരാമർശിക്കുകയാണ്, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുമെന്ന്. ഉദാഹരണമായി നമുക്ക് നമ്മുടെ അമലുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ മറ്റു ആരാധനാ കർമ്മങ്ങൾ, ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ വീഴ്ചയുള്ളതാവാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ വീഴ്ച ഏതുമില്ലാത്ത, ഒരിക്കലും പ്രയാസങ്ങൾ, ഒരിക്കലും വീഴ്ചകളൊന്നും വരാത്ത ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ, അവരുടെ അമലുകൾ വെച്ചുകൊണ്ട് അവരെ തവസ്സുലാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഔലിയാക്കന്മാരെയോ അമ്പിയാക്കന്മാരെയോ മാറ്റി നിർത്തി ഞാൻ സ്വന്തമായി അള്ളാഹുവിനോട് ചോദിച്ച് നേടും എന്ന് പറയുന്ന അഹങ്കാരം, ധാർഷ്ട്യം, അത് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് ഒരിക്കലും അനുയോജ്യമല്ല. അതിനെ കൂടെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഹദീസിന്, തവാദുഇൻ്റെ ഈ ഹദീസിൽ, ഈ ബാബിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എൻ്റെ ഔലിയാക്കന്മാരോട്, എൻ്റെ പതിവ്രതരായ എൻ്റെ അടിമകളോട് മാറു കാണിക്കുന്നവരാരോ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്നുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഈ ഹെഡിങ്ങിന് കീഴിൽ കൊണ്ടുവരാനുള്ള കാരണം അതാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ മറ്റേതു കർമ്മങ്ങളും, ആ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാൻ നമ്മുടെ മുൻഗാമികളെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അവരെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ആ ഒരു ഇടയാളനാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന, അതിന് വല്ലാത്ത സ്വീകാര്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ മഹാന്മാർ മഴയെ കിട്ടാതെ ഇരുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം മഴ ലഭിക്കാതെ പോയപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്, ഇത് നിന്റെ അമ്മാണ്, നിന്റെ ഹബീബിൻ്റെ അമ്മാണ്, ഈ അമ്മിനെ കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണമെന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ദുന്യാവിൽ നമ്മുടെ അവലംബം. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ശഫാഅത്തിന് വേണ്ടി നമ്മളെല്ലാവരും കേണപേക്ഷിക്കേണ്ട ഘട്ടം വരും. അവിടുന്ന് ഒരിറ്റു ഹൗദുൽ കൗസർ, അവിടുത്തെ ആ പാനീയം നൽകാൻ വെമ്പുമ്പോൾ അവിടെ നമുക്ക് അവസരം വേണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കണക്ഷൻ ഉണ്ടാവണം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കണക്ഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞുപോയ, നമുക്ക് മുൻകഴിഞ്ഞുപോയ നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, അവർക്ക് മുമ്പേ കഴിഞ്ഞുപോയ മഹാന്മാരായ സാത്വികന്മാർ, ആ വഴിയിലൂടെ കടന്ന് അഇമ്മത്തുൽ അർബഅ എന്ന് പറയുന്ന മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ 4 മദ്ഹബിൻ്റെ ഇമാമുമാർ, അവരൊക്കെ കഴിഞ്ഞു വേണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നുചേരാൻ. അങ്ങനെ ആ ഒരു താവഴിയിലായിട്ട് വേണം നമുക്ക് സ്വർഗം പുൽകാൻ. അങ്ങനെയാകുമ്പോൾ നമ്മിൽ അഹങ്കാരം ഉണ്ടാവില്ല. മഹാന്മാരായ കഴിഞ്ഞുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ടും അവരെ തവസ്സുലാക്കിക്കൊണ്ടുമുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസിനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു തവാദുഇൽ കൊണ്ടുവരാൻ കാരണമുണ്ടായത് എന്ന് മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. സമയം അതിക്രമിച്ചു എന്നറിയാം, എങ്കിൽ പോലും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചരിത്രമുണ്ട്. വദ്രിബ് ലഹും മസലർ റജുലൈൻ ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർഅ. രണ്ടാളുകളുടെ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്.
രണ്ടാളുകൾ, അക്കൂട്ടത്തിൽ ഒരാൾക്ക് ഈന്തപ്പനയാൽ ചുറ്റപ്പെട്ട ഏറ്റവും വിഭവസമൃദ്ധമായ മുന്തിരിത്തോട്ടങ്ങളെ സമ്മാനിച്ചു. ആ സമ്മാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നുണ്ട്, കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹ വലം തദ്ലിം മിൻഹു ഷൈഅ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ. ഒരിക്കലും ഒരു നേരത്ത് പോലും ആ തോട്ടങ്ങളിൽ നിന്ന് വിഭവം കിട്ടാതിരുന്നിട്ടില്ല. വിഭവസമൃദ്ധമായി ഏതു സമയത്തും അദ്ദേഹത്തിന് ലാഭം നൽകിയിരുന്നു ആ തോട്ടം. ആ തോട്ടത്തിനിടയിലൂടെ ഏറ്റവും സമൃദ്ധമായി ഒഴുകുന്ന ഒരു അരുവിയും അള്ളാഹു സംവിധാനിച്ചു. വകാന ലഹു സമറുൻ ഫഖാല ലിസാഹിബിഹി വഹുവ യുഹാബിറു അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ. തൻ്റെ കൂട്ടുകാരനുമായി സംവദിക്കുന്നതിനിടയിൽ ഈ തോട്ടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം പറഞ്ഞു, അന അക്സറു മിൻക മാലൻ വവലദ, ഞാനാണ് ഏറ്റവും ധനികനായ മനുഷ്യൻ, നിന്നേക്കാൾ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും പടച്ചോനൊരുക്കി തന്നവൻ ഞാനാണെന്ന് തൻ്റെ സുഹൃത്തിനോട് അദ്ദേഹം പറയുന്നുണ്ട്. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദാ. എന്നിട്ട് അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, വളരെ അഹങ്കാരത്തോടുകൂടെ, എനിക്ക് പടച്ചോൻ തന്ന ഈ അനുഗ്രഹങ്ങളൊന്നും നിലക്കാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീടുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നു, വമാ അദുന്നു സ്സാഅത ഖായിമ വലഇൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അന്ത്യനാൾ വരുമെന്നുള്ളത് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ ഈ സൗകര്യങ്ങളും സൗകുമാര്യതയും ഒക്കെ നഷ്ടപ്പെട്ടാൽ പോലും ഇതിനേക്കാൾ പവിത്രമായത് പടച്ച റബ്ബ് എനിക്ക് തരുമെന്നും തൻ്റെ സുഹൃത്തിനോട് അഹങ്കാരത്തോടുകൂടെ സംസാരിക്കുന്ന കൂട്ടുകാരൻ. മാത്രമല്ല, ശേഷമുള്ള ആയത്തിൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാബിറു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുലാ. ഇതൊക്കെ കേട്ടുകൊണ്ട് സഹികെട്ട തൻ്റെ കൂട്ടുകാരൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ലയോ കൂട്ടുകാരാ, നീ അഹങ്കരിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവല്ല നിന്നെ തുടങ്ങി പടച്ചത്, മണ്ണിൽ നിന്നാണല്ലോ നിന്നെ പടച്ചത്, ശേഷം നിന്നെ ബീജത്തുള്ളിയാക്കി മാറ്റി, നിന്നെ പോലെയുള്ള ഈ ഒരു മനുഷ്യനാക്കി നിന്നെ സംവിധാനിച്ച അള്ളാഹുവല്ലേ എന്ന ചോദ്യം കൂട്ടുകാരൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ലാകിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. അതുകൊണ്ട് എനിക്കുള്ള ഇലാഹ് അവനെ പങ്കു ചേർക്കാൻ ഞാൻ ഒരിക്കലും താല്പര്യമില്ലെന്ന് ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കൂട്ടുകാരൻ അഹന്ത നടിച്ച തൻ്റെ കൂട്ടുകാരനോട് പറയുന്നത് കാണാം, വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദാ. ഈ തോട്ടത്തിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളുമുള്ള നിനക്ക് എല്ലാം നൽകിയ ഈ തോട്ടത്തിലേക്ക് നീ കയറിയപ്പോൾ എന്തുകൊണ്ട് നിനക്ക് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന അള്ളാഹുവിനെ വാഴ്ത്തുന്ന പ്രഖ്യാപനം എന്തുകൊണ്ട് നിനക്ക് നടത്തിക്കൂടായിരുന്നു? നിനക്കത് പറയുകയായിരുന്നില്ലേ നല്ലത് എന്ന് ഈ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ, നീ എന്നെ നിന്നേക്കാൾ എത്രയോ കുറഞ്ഞവനായി, മാലും ധനവും അതുപോലെ തന്നെ സമ്പത്തും കുറഞ്ഞവനായല്ലേ നീ എന്നെ കാണുന്നത്? അതൊക്കെ ശരി തന്നെ. പക്ഷേ നീ നിന്റെ തോട്ടത്തിലേക്ക് കയറിയപ്പോൾ ലാ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുകയായിരുന്നില്ലേ നല്ലത് എന്ന് ഈ കൂട്ടുകാരൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക് വയുർസില അലൈഹാ ഹുസ്ബാനൻ മിനസ് സമാഅ് ഫതുസ്ബിഹ സഈദൻ സലഖാ. ഒരു പക്ഷേ നിന്റെ ഈ തോട്ടം നശിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നൊരു കാറ്റു മാത്രം മതി. ആ കാറ്റും ആ അട്ടഹാസവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുമല്ലാതെ നീയാകെ നശിച്ചു പോവാൻ കാരണമാകുമെന്നും കൂട്ടുകാരൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ ഫലൻ തസ്തതിഅ ലഹു തലബ. ഇതിൻ്റെ നടുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സൗന്ദര്യാത്മകമായി കളകളാരവം മുഴക്കി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ അരുവിയുണ്ടല്ലോ, അള്ളാഹു വിചാരിച്ചാൽ അത് ആ സ്പോട്ടിൽ തന്നെ അവസാനിച്ചു പോകും. നിനക്കതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ലഭിക്കാൻ പോകുന്നില്ല. പിന്നീട് വഉഹീത ബിസമരിഹി, ചരിത്രം പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആ തോട്ടമങ്ങ് നശിപ്പിക്കപ്പെട്ടു. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ. ഈ പുരുഷൻ നേരത്തെ അഹന്ത നടിച്ച് തൻ്റെ തോട്ടത്തെക്കുറിച്ച് കൂട്ടുകാരനോട് അഹങ്കാരത്തോടുകൂടെ സംസാരിച്ചവൻ കൈവിരൽ കടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തോട്ടത്തിന് വേണ്ടി എത്ര അധ്വാനിച്ചു പോയി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഘട്ടം
മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നു, വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ. എല്ലാം നശിച്ചുപോയി, അതിൻ്റെ പന്തലടക്കം അതിനുവേണ്ടി സംവിധാനിച്ച എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ. പടച്ച റബ്ബിനോട് താദാത്മ്യം പ്രകടിപ്പിച്ച് അവിടുത്തോട് ശിർക്ക് വെക്കുന്നവരിൽ നിന്ന് മാറി നിൽക്കാൻ റബ്ബേ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ആവലാതിപ്പെടുന്നുണ്ട്. മാത്രമല്ല, വലം തകുല്ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറ. അല്ലാഹു അല്ലാത്ത ഒരു സഹായിയെ അദ്ദേഹത്തിന് പിന്നെ ലഭിക്കുക തന്നെ ഇല്ല എന്നും ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾ ജീവിക്കുന്ന ഇടം എവിടെയാണെങ്കിലും അവിടെ അഹങ്കാരമില്ലാതെ അഹന്തയില്ലാതെ ഒരാളോടും നമ്മൾ അങ്ങനെ പെരുമാറാതെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖും വലിയ ബറക്കത്തും നമുക്ക് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. ഈ വിശുദ്ധ റമദാനിൽ അതിനുള്ള വലിയ ഒരു താല്പര്യം കൂടെ, വലിയ ഒരു ആഗ്രഹം കൂടെ നമ്മുടെ മനസ്സിൽ മുളപൊട്ടണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ടുള്ള അവൻ്റെ അംബിയാ ഔലിയാ കഴിഞ്ഞുപോയ സാത്വികന്മാരായ മഹാന്മാർ അവരെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ നടത്തത്തിൽ എല്ലാത്തിലും ഒരു മിതത്വമുണ്ടായാൽ ഉമ്മത്തൻ വസതൻ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ആ മിതത്വമുള്ള ഉമ്മത്തായി, സമൂഹമായി നമുക്ക് മാറാൻ സാധിക്കും. അള്ളാഹു വിശുദ്ധ റമദാനിൽ അതിനുള്ള ഒരു പ്രതിജ്ഞയായി ഈ ഒരു ക്ലാസും ഈ ഒരു സംവിധാനങ്ങളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ ധാരാളം നന്മകൾ കരസ്ഥമാക്കി ആ നന്മകൾ വിശുദ്ധ റമദാൻ അവസാനിക്കുന്നതോടുകൂടെ ഇട്ടേച്ചു പോവാതെ അത് തുടർന്നു പോകുവാനും അതുവഴി നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മെ കണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറക്കും വലിയ സൗഭാഗ്യമുണ്ടാവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സദസ്സ് കാരണമാക്കി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുണ്ടാകും. ആ തീരുമാനങ്ങൾ മറ്റേതു മാസങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തെക്കാളും ഏറ്റവും പവർഫുള്ളായിരിക്കും. ആ പവർഫുള്ളായ തീരുമാനം വിശുദ്ധ റമദാനിൽ എടുക്കുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് അല്ലാഹു തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാവാം, നമ്മുടെ ശരീരത്തിലുണ്ടാവാം, നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാവാം, നമ്മുടെ മക്കളിൽ, മാതാപിതാക്കളിൽ, നമ്മുടെ ഏർപ്പാടുകളിൽ പ്രത്യേകിച്ചും ഈ ബറക്കത്ത് നിലനിൽക്കാൻ കൂടുതൽ സാധ്യത വിശുദ്ധ റമദാനിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ റമദാനിൽ ധാരാളം നന്മകൾ കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂട്ടായ്മയിൽ എത്രയോ ആളുകളുണ്ട് ഈ സമയത്ത് ഉള്ള സമയം മുതലെടുത്തുകൊണ്ട് ഇത് കേൾക്കുന്നവരുണ്ട്, അറിയുന്നവരുണ്ട്, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നവരുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ഇതിൻ്റെ മറ്റു വീഡിയോസും മറ്റുമൊക്കെ എത്തിച്ച് അത് കേൾക്കുന്നവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൻ്റെ 3-ാമത്തെ ദിവസമാണിന്ന്. ഈ ദിവസത്തിൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ നന്മയുള്ള ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരാൻ പ്രാപ്തനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ എന്തു ചോദിച്ചാലും നൽകാൻ കാത്തിരിക്കുന്ന സമയമാണ് വിശുദ്ധ റമദാൻ. പ്രത്യേകിച്ച് നോമ്പ് തുറക്കാൻ എടുക്കുന്ന സമയം ഇജാബത്തുള്ള ഉത്തരം കിട്ടുന്ന ഏറ്റവും പവിത്രമായ സമയങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് നിസ്കാര സമയങ്ങൾക്ക് ശേഷം, നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, അത്താഴ സമയത്തുള്ള പ്രാർത്ഥനകൾ, തഹജ്ജുദ് നിസ്കരിച്ച സമയത്തുള്ള പ്രാർത്ഥനകൾ, അതോടൊപ്പം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനകൾ, ഇതിനൊക്കെ വല്ലാത്ത ഇജാബത്തുണ്ട്. അള്ളാഹു നമ്മുടെ കഷ്ടപ്പാടുകൾ നീക്കിത്തരുമാറാവട്ടെ, ആവലാദികൾ നീക്കിത്തരുമാറാവട്ടെ, പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ, പ്രശ്നങ്ങൾ അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ, നാട്ടിൽ, അയൽപ്പക്കത്ത് എത്രയോ ആളുകൾ പ്രയാസമുള്ള അസുഖങ്ങൾ പെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ വലിയ ശമനവും സാന്ത്വനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ആ രംഗത്ത് ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെ പ്രത്യേകമായി ഉൾപ്പെടുത്തണമെന്നും എൻ്റെ ദുആയിൽ നിങ്ങളുണ്ടാകുമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും നാളെ ആഖിറത്തിലുള്ള സന്തോഷത്തിന് വകയായി മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم اجعل جمعنا هذا جمعا مرحوما
وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين آمين برحمتك يا أرحم الراحمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.